ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് വിശുദ്ധ സുവിശേഷത്തിലെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലെ 40-ാം തിരുവചനം. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറേ സ്ത്രീകളും നിന്നിരുന്നു. മഗ്ദല മറിയയും യോസയുടെ ചെറിയ യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് സലോമിയെക്കുറിച്ചാണ്. ഏതൊരമ്മയും ആഗ്രഹിച്ചു പോകുന്നത് ആ അമ്മയും ആവശ്യപ്പെട്ടിട്ടുള്ളൂ. യേശുവിൻ്റെ പർസ്സ് ജീവിതം തുടങ്ങിയ ആ കാലഘട്ടത്തിൽ ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് 2 ആൺമക്കളെയും കൂട്ടി വൈകിട്ട് മീൻ പിടിക്കാൻ പോയി ഭർത്താവ് പിറ്റേന്ന് രാവിലെ മക്കളെ കൂടാതെ തിരിച്ചു വന്ന രംഗം മനസ്സിൽ നിന്ന് എങ്ങനെ മായാനാണ്? എവിടെ എൻ്റെ പൊന്നുമക്കൾ എന്ന ചോദ്യത്തിൽ സബദി നൽകിയ ഉത്തരം കേട്ട് അവൾ തളർന്നിരുന്ന് പോയിട്ടുണ്ടായിരിക്കാം. എന്നെ അനുഗമിക്കുക എന്ന് ഒരു ആശേരി യുവാവ് കടൽ തീരത്ത് വന്നെന്ന് പറഞ്ഞപ്പോൾ വഞ്ചിയും വലയും ഉപേക്ഷിച്ച് അപ്പനോട് പോലും അനുവാദം പോലും ചോദിക്കാതെ ശിഷ്യത്വം സ്വീകരിച്ച് അവൻ്റെ പിന്നാലെ പോയതാണ് യാക്കോബും യോഹന്നാനും. എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും മക്കളെക്കുറിച്ച് അവൾക്കുണ്ടായിരുന്നിരിക്കുക, എല്ലാം വൃഥാവിലായിരിക്കുന്നു. തുടർന്നുള്ള കാലം മക്കളെ ഓർത്ത് വിലപിക്കാത്ത ഒരു ദിനം പോലും അവൾക്കുണ്ടായി കാണില്ല. എന്നാൽ യേശു റോമക്കാരുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കുന്ന രക്ഷകനാണെന്നും അവൻ യഹൂദരുടെ രാജാവാകുമെന്നും ആരോ പറഞ്ഞറിഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമായി. പക്ഷേ അവൻ്റെ കൂടെ തൻ്റെ മക്കൾക്ക് പുറമെ മറ്റ് 10 പേരുടെ പേരുണ്ടെന്ന് കേട്ടപ്പോൾ അവളിലെ മാതൃത്വം തെല്ലുസ്വാർത്ഥതയോടെ ചിന്തിച്ചു പോയി. എന്താണ് ആഗ്രഹം? ഒരു നാൾ മക്കളുടെ കരം പിടിച്ച് യേശുവിൻ്റെ അരികിലെത്തി അമ്മ അഭ്യർത്ഥിക്കുകയാണ്. സലോമി യേശുവിൻ്റെ അടുത്തെത്തി പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ എൻ്റെ മക്കളിൽ ഒരാൾ വലതുവശത്തും മറ്റൊരാൾ ഇടതുവശത്തും ഇരിക്കാൻ അനുവദിക്കണം. സബദി പുത്രന്മാരുടെ അമ്മ എന്ന് മാത്രം വിശുദ്ധ മത്തായി പരിചയപ്പെടുത്തുമ്പോൾ സലോമി എന്ന പേര് നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ മർക്കോസ് മാത്രമാണ്. കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ മറിയത്തിൻ്റെ തോളോട് ചേർന്ന് അവൾ ഉണ്ടായിരുന്നു. അതാണ് വിസ്തീർണം ഞാൻ വായിച്ചു കേട്ട്. സലോമി അവിടെ ഉണ്ടായിരുന്നു. സലോമി ആരാണ്? സബദി പുത്രന്മാരായ, പലപ്പോഴും യാക്കോബും യോഹന്നാനെയും അവർ പേരെടുത്തല്ല പറയുന്നത്, സബദി പുത്രന്മാർ എന്നാണ്. അപ്പോൾ സബദി ആരാണ്? യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും പിതാവാണ്. അവരുടെ അമ്മയാണ് സലോമി. തോളോട് ചേർന്ന് വിശുദ്ധ മറിയത്തിൻ്റെ തോളോട് ചേർന്ന് സലോമിയുണ്ട്. അതാണ് യോസയുടെ മറിയവും സലോമിയും ഉണ്ടായിരുന്ന വിശുദ്ധ മർക്കോസ് വ്യക്തമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത്. തുടർന്ന് കല്ലറയങ്ങൾ അതിരാവിലെ സുഗന്ധകൂട്ടമായി എത്തുന്ന സ്ത്രീകളുടെ കൂടെയും സലോമി ഉണ്ടായിരുന്നു. അവളുടെ ചോദ്യത്തിന് ഉത്തരമായി അവൻ പറഞ്ഞതുപോലെ തന്നെ സഹനത്തിൻ്റെ പാനപാത്രം ദൈവപുത്രം മുട്ടോളം കുടിക്കുന്നതിനും ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ മുറിവേറ്റ് രക്തത്തിൽ മുങ്ങി സ്നാനമേൽക്കുന്നതിനും കുരിശിനരികെ തൻ്റെ മകനായ യോഹന്നാനൊപ്പം നിന്ന് അവൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു. മക്കളിലേക്കല്ല, ക്രൂശിലേക്കാണ് ഇപ്പോൾ അവൾ തൻ്റെ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നത്. മക്കൾക്ക് വേണ്ടി ഭൗതികമായ സ്വപ്നങ്ങൾ കാണിക്കുന്ന ഒരു സാധാരണക്കാരനായ അല്ലെങ്കിൽ സാധാരണക്കാരിയായ അമ്മയിൽ നിന്ന് ധൈര്യപൂർവം ക്രൂശിതനോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്തു ശിഷ്യയായി അവൾ വളർന്നു കഴിഞ്ഞിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു അവൾ വളർച്ച. ഇപ്പോൾ സലോമിയുടെ മനസ്സ് നിറയെ അവനാണ്. സ്വന്തം കുടുംബത്തിനായി കേവലം സ്വാർത്ഥപരമായ ഒരു മോഹമായി കർത്താവിൻ്റെ അരികിലെത്തി അവൾ മരണത്തിലും പിരിയാത്ത യഥാർത്ഥ അനുഗാമിയായി മാറിക്കഴിഞ്ഞിരുന്നു. 2 തരം പ്രാർത്ഥനകളുണ്ട്. ദൈവമേ, അങ്ങ് എനിക്ക് അത് ചെയ്തു തരണേ എന്നതാണ് ഒന്നാമത്തേത്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന രീതിയാണ് നമുക്ക് അത് ചെയ്തു തരണേ എന്നുള്ളത്. എന്നാൽ രണ്ടാമത്തേതായിട്ട്, ദൈവമേ, അങ്ങേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എന്നാൽ സ്വന്തം കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി കൂട്ടുപിടിക്കാവുന്ന എന്തും സാധിക്കുന്നൊരു ജാലവിദ്യക്കാരനായിട്ടല്ല ഇവിടെ ഭക്തൻ ദൈവത്തെ കാണുന്നത്. മറിച്ച് പകരം
എന്ത് നൽകിയാലും മതിയാവാത്ത സ്നേഹസ്വരൂപനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ 16:23 കർത്താവ് പറയാണ്, അപ്പോൾ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല എന്ന് ക്രിസ്തു പറഞ്ഞത് ആത്മീയതയുടെ ഈ തലത്തെക്കുറിച്ചാവണം. ചോദിക്കും മുമ്പ് തന്നെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ പിതാവാണ് ദൈവമെന്ന് യേശു പലപ്പോഴും അനുസ്മരിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുണ്ട്. ആത്മീയതയുടെ ആദ്യപടികളിൽ പ്രാർത്ഥനകൾ യാചനകളിൽ മാത്രം ചുരുങ്ങിപ്പോകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വളരും തോറും എനിക്ക് എന്തു കിട്ടും എന്ന ചിന്തയിൽ നിന്ന് എനിക്ക് എന്തു കൊടുക്കാൻ കഴിയും എന്ന ചിന്തയിലേക്ക് ഉയരുമ്പോഴാണ് ആത്മീയതയുടെ വളർച്ച നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുക. കുരിശുകൂട്ടിൽ നിന്ന യോഹന്നാനെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ മറിയത്തെ ഭാരമേൽപ്പിച്ചപ്പോൾ അത് കേട്ടുകൊണ്ട് തൊട്ടരകിൽ തന്നെ പരിഭവമില്ലാതെ നിൽക്കണമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് മകനോടുള്ള അമിത സ്നേഹം പറിച്ചു മാറ്റി അവിടെ ക്രൂശിതനുള്ള ദിവ്യസ്നേഹം നിശ്ചയമായും അവൾ പ്രതിഷ്ഠിച്ചുണ്ടായിരിക്കണം. ആരെക്കുറിച്ചാണ് പറയുന്നത്? സലോമിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെ കുരിശിൻ ചുവട്ടിൽ മറിയം വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടെ എല്ലാം സലോമിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. സെബദീപുത്രന്മാരുടെ അമ്മയായ സലോമിയുണ്ടായിരുന്നു. സലോമിയെ കുറിച്ചായിട്ട് അധികം സുവിശേഷത്തിൽ വിവരിക്കുന്നില്ലെങ്കിലും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്നെങ്കിലും സലോമി അവിടെ ഒരു യഥാർത്ഥ അമ്മയായി യക്ഷകൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ ശിഷ്യത്വം സ്വീകരിച്ച ശിഷ്യയായി വളർന്നു കഴിഞ്ഞിരുന്നു. മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ, വചനങ്ങളെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവങ്ങൾ മാറുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. സ്വാർത്ഥതയിൽ നിന്ന് 2 മക്കളെയും കൊണ്ടുപോയിട്ട് പറയാം, എനിക്ക് എൻ്റെ മക്കളെ നീ രാജാവാകുന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്താണ്? എൻ്റെ 2 മക്കളെ പ്രധാനമന്ത്രിയോ മന്ത്രിയോ ആക്കണം എന്നുള്ള ഭൗതികമായ തലത്തിൽ നിന്ന് സലോമി എന്ന ആ സ്ത്രീ, സാധാരണ ഒരു വീട്ടമ്മ മാറിക്കഴിഞ്ഞു. പ്രിയമുള്ളവരെ, വചനം സ്പർശിക്കുമ്പോഴുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ അവിടെ വിവരിച്ചത്. മക്കളെ 2 പേരെയും ദൈവേഷ്ടത്തിന് സമ്പൂർണ്ണമായി വിട്ടു നൽകാൻ മാത്രം ശിഷ്യത്വത്തിൽ അവൾ വളർന്നിരുന്നു. മക്കൾക്ക് യേശുവിൽ നിന്ന് എന്ത് പ്രതിഫലം കിട്ടുന്ന ചിന്തയിൽ മക്കളെ തന്നെ അവന് സമർപ്പണം ചെയ്യുന്ന ആത്മീയ ഉന്നതിയിലേക്ക് ആ സാധു സ്ത്രീ എത്തിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാവണം അവളുടെ ഒരു മകനെ തന്നെ രക്തത്തിൽ സ്നാനപ്പെട്ട് ജീവനർപ്പിക്കുന്ന ആദ്യ അപ്പോസ്തലനാകാൻ സ്വർഗം തെരഞ്ഞെടുത്തത്. അല്ലേ? നമുക്കറിയാൻ സാധിക്കും യാക്കോബ് ലേഖനം 12 ശിഷ്യന്മാരെ എങ്ങനെയെല്ലാം മരിച്ചു എന്ന് നമുക്ക് പലർക്കും അറിയാൻ സാധിക്കും. പത്രോസ് തലകീഴായവർക്കോട്ട് ഇങ്ങനെ പലരും പല രീതിയിലാണ് കൊല്ലപ്പെട്ടത്. അത് ഇങ്ങനെ കൊല്ലപ്പെട്ടതെന്ന് വെച്ചാൽ ക്രിസ്തുവിന് വേണ്ടി സമർപ്പണം ചെയ്ത്. ഇനിയെങ്കിലും നമുക്ക് ആ അമ്മയെ കുറ്റപ്പെടുത്താതിരുന്നാലോ? നമ്മളൊക്കെ അനുദിനം ചെയ്തു വരുന്ന പ്രാർത്ഥനകളിൽ ഒന്ന് മാത്രമല്ല അവളും ഉണർത്തിച്ചിട്ടുള്ളൂ. അല്ലേ? പ്രാർത്ഥന അവൾക്ക് വേണ്ടിയായിരുന്നില്ല, മക്കൾക്ക് വേണ്ടിയായിരുന്നല്ലോ. മക്കളുടെ ഭാവി ആ സ്ത്രീയും സ്വപ്നം കണ്ടു, എൻ്റെ മക്കൾ നല്ല നിലയിലെത്തണം, അവൻ രാജാവാകുന്നു എന്ന് കേട്ടപ്പോൾ തൻ്റെ മക്കളെ കൈപിടിച്ചുകൊണ്ട് എത്തിപ്പെട്ടു. എൻ്റെ മക്കളെ നീ വലിയവനാക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തി. പക്ഷേ അത് മാറി, ആ ചിന്താഗതി മാറി. ആ വചനങ്ങളെ സ്പർശിച്ചപ്പോൾ അവളിലെ ഭൗതിക തലങ്ങളെല്ലാം മാറി ആത്മീയ തലങ്ങളുടെ പരമോന്നതിയിൽ ആ സാധു സ്ത്രീ എത്തപ്പെട്ടു. എത്രമാത്രം മാതൃകയാണ് തൻ്റെ രാജ്യം, ഐഹികമല്ല ആത്മീയ സത്യം അവിടുത്തെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് 10 പേരുടെ മുന്നിൽ വേണമെങ്കിൽ അവളും മക്കളും ചൂളിപ്പോകാത്ത വിധം പരിഹാസധ്വനിയോടെ മറുപടി നൽകാമായിരുന്നിട്ടും അവരെ സ്നേഹബുദ്ധിയെ തിരുത്തുകയും ഈ സന്ദർഭത്തെ തൻ്റെ ശിഷ്യർക്കുണ്ടായിരിക്കേണ്ട വലിയൊരു മനോഭാവത്തെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള അവസരമായി മാറ്റുകയുമാണ് ഈശോ അന്ന് ചെയ്തത്. പറഞ്ഞത് ഇത് അവർക്കുള്ളതല്ല, ഇത് ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. ആ വചനത്തിൽ ഞാൻ പോകുന്നില്ല, അത് വേറെ സബ്ജക്റ്റാണ്. ക്രിസ്തു ശിഷ്യനാകാൻ മുതിരുന്നവർ അവനോടൊപ്പം നിന്ദനങ്ങളെ കയ്പ് നിറഞ്ഞ പാനപാത്രം കുടിക്കാനും തയ്യാറാവണം. എന്നാൽ മാത്രമേ ആത്മീയതയുടെ പൂർണ്ണതയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ,
നമ്മളോട് സലോമിയെക്കുറിച്ച് ചിന്തിച്ചതുപോലെ സ്വാർത്ഥ ചിന്തതയിൽ വെടിഞ്ഞുകൊണ്ട് ആത്മീയതയിലേക്ക് വളരുമ്പോൾ നമ്മൾക്കുണ്ടാവേണ്ട മനോഭാവം ഇങ്ങോട്ട് ലഭിക്കണമെന്നുള്ള ചിന്തയിൽ നിന്നും മാറി അങ്ങോട്ട് സമർപ്പിക്കാനുള്ള ഒരു മാറ്റമുണ്ടല്ലോ, ഒരു ആത്മീയ വളർച്ച അതിലേക്ക് എത്തപ്പെടുമ്പോഴാണ് ഒരു സുവിശേഷക അല്ലെങ്കിൽ പ്രേക്ഷിത അല്ലെങ്കിൽ ക്രിസ്തുവിന് ജീവിക്കുന്ന വ്യക്തിയായിട്ട് നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് തിരുവചനം നമ്മളെല്ലാവരെയും സ്പർശിക്കണം. അത് പരിശുദ്ധാത്മാവിന് സഹായം വേണം. നമ്മളെല്ലാവരെയും ആത്മാവിൻ്റെ നിറവലാൽ അനുഗ്രഹിക്കപ്പെട്ട് ഈ പുതുവർഷത്തിൽ ഇങ്ങനെയെല്ലാം നമുക്ക് അനുഭവപ്പെടട്ടെ. നമുക്ക് വിട്ടുകൊടുക്കുന്ന ദൈവമേ, ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. സലോമിയെപ്പോലെ ഞങ്ങളും ഞങ്ങളുടെ സ്വാർത്ഥ ചിന്തകൾ കൈവെടിഞ്ഞുകൊണ്ട് നിന്നിലേക്ക് വളരാനും ഞങ്ങളുടെ ഭൗതിക മേഖലകളിൽ നിന്ന് ആത്മീയതയ്ക്ക് വളരെയുള്ള ചവിട്ടുപടികളാക്കി ഞങ്ങൾ മാറ്റണമേ. ഞങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തണമേ. ആത്മീയം പറ്റി ഞങ്ങളെ വളർത്താനായിട്ട് എല്ലാവരും അനുഗ്രഹിക്കണേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ സമ്പൂർണ്ണമാക്കണമേ. ഹല്ലേലൂയ.